ഹായ് ഫ്രണ്ട്സ്, 2025 ക്രിസ്മസ് ഞാൻ ഇത്തവണ 20-ാം തീയതി ആഘോഷിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് മീൻസ് സെയിം ഡേ തന്നെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി നോക്കുമ്പോൾ എൻ്റെ ക്രിസ്മസ് ഒന്ന് കളറാക്കാൻ പറ്റിയിട്ടോ. അതിലൊന്നാമത്തെ കാര്യം, ഞാൻ ക്രിസ്മസ് ട്രീ വെക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗാർലൻഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ ഇനിയിപ്പോൾ സമയമില്ല വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. പക്ഷേ എന്തോ ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോഴേക്കും എനിക്ക് വീണ്ടും അത് വേണം എന്നുള്ളൊരു ചിന്ത വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, മുന്നേക്ക് ഞാൻ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങളാണ് ഞാൻ പറയണത്, ചിലപ്പോൾ ഒരു 100 രൂപേൻ്റെയും 10 രൂപേൻ്റെയും സാധനമാണെങ്കിൽ പോലും ആഗ്രഹിച്ചിട്ട് എന്നെക്കൊണ്ട് വാങ്ങാനത് പറ്റും, എനിക്കത് പറ്റുമെങ്കിലും ഞാനത് വാങ്ങാതെ വെറുതെ ഒരു ആഗ്രഹം മാത്രമാക്കിയിട്ട് അതിങ്ങനെ വെക്കും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇപ്പം അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാണ്ട്, അല്ലെങ്കിൽ ആ ആഗ്രഹം വേണ്ടെന്ന് വെക്കാണ്ട് ഞാൻ പറ്റുന്നതും ചെയ്യാറുണ്ട്. പിന്നെ വലിയ വിലപിടിപ്പുള്ള ആഗ്രഹങ്ങളും വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അക്യുമുലേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്രിസ്മസ് അല്ലെങ്കിൽ നമുക്ക് ദീപാവലിക്കാണെങ്കിൽ അതിന് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, ദീപാവലിയുടെ സെലിബ്രേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, അന്ന് ഞാൻ മോൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഇതുപോലെ കുറേ റോസാപ്പൂക്കളും കുറേ വാഴക്കൃഷി, എന്താ പറയുക, കപ്പ കൃഷി, ഒരുപാട് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തു. ഇത് ശരിക്കും ഈവനിങ് ആയിരുന്നില്ല കേട്ടോ, ഇത് നമ്മൾ ഉച്ചയ്ക്ക് ചെയ്ത കാര്യമായിരുന്നു. അപ്പം ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാനങ്ങനെ ഇട്ടൊന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്നിട്ട് ഞാൻ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ ഒരു ഗാർലൻഡ് വെച്ചതാണ് അധികം, എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പെട്ടെന്ന് വിളക്കൊക്കെ വെച്ചു. എന്നിട്ട് ഇനിയാണ് മൂന്നാമത്തെ കാര്യം. ഇന്ന് നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റിലാണ് ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. ഇന്നാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായത്. അപ്പോൾ അതും കൂടെ ആയപ്പോൾ കുറച്ചുകൂടെ കളറായല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കറിയായിരുന്നു ഇന്നാണെന്ന്, പക്ഷേ എല്ലാം കൂടെ സെയിം ഡേ വന്നു. അങ്ങനെ പിന്നെ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊക്കെ ഭയങ്കര ഹാപ്പി ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡിന്നർ കാര്യങ്ങളൊന്നുമില്ല, പീസ് ഓഫ് കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ക്രീം കേക്ക് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഫ്രൂട്ടിയുടെ അങ്ങനത്തെ ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു. പണ്ടൊക്കെ എനിക്ക് ക്രീം കേക്ക് മാത്രമായിരുന്നു ഇഷ്ടം, പ്ലം ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു പ്ലം അഡിക്റ്റഡ് ആണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് അടുത്ത സർപ്രൈസ്. ഇത് ശരിക്കും സർപ്രൈസ് അല്ല. ഇതെന്താണെന്നറിയോ, നമ്മുടെ നെയ്ബർ നമുക്ക് ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നപ്പോൾ തന്നെ അവർ ആ ഒരു ക്രിസ്മസ് ടൈമായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അവർ നമുക്ക് ഇതുപോലെ കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അവർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് തരുന്ന കേക്കായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കേക്കും സൂപ്പറായിരുന്നു, അതിലും സൂപ്പറായിരുന്നു ഇത്തവണത്തെ കേക്ക്. അപ്പം ഇതെന്ന് വെച്ചാൽ ആൽമണ്ടും ബനാന അത് മിക്സ് ചെയ്തിട്ട് ഒരു, എനിക്ക് തോന്നുന്നു ഹോം മെയ്ഡ് എന്തോ കേക്കാണ്, സൂപ്പറായിരുന്നു. അപ്പം പിന്നെ ഞാൻ മോന് വേഗം തൊപ്പിയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി മൊത്തത്തിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. പിന്നെ അച്ഛനോ അമ്മയും ഏട്ടൻ്റെ അച്ഛനും എല്ലാവരും വന്നതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അവിടെ പോകുമ്പോൾ അവിടെയും ക്രിസ്മസ് മയം തന്നെയാണ്. എന്നിട്ട് നമ്മൾ അടുത്തുള്ള ഒരു മാളിൽ പോയി. അവിടെയാണെങ്കിൽ ഇങ്ങനെ ആടിക്കളിക്കുന്ന അപ്പൂപ്പനുണ്ട്, എന്തോ സെൻസർ അപ്പൂപ്പൻ, അതായത് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് ആടിക്കളിക്കും. അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയും